നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുവകർഷകനും ഫോട്ടോഗ്രാഫറുമായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പഴഞ്ഞി ജെറുസലേം ചോഴിക്കുന്നത്ത് പരേതനായ പ്രഭാകരന്റെ മകൻ 42 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്. പഴഞ്ഞി അരുവായ്പാടത്തെ കൃഷിയിടത്തിലേക്ക് തോട്ടിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുവാൻ കൊണ്ടുവന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 3 വലിയ മരങ്ങൾ ദേവസ്വം മുറിച്ചു മാറ്റിയതിൽ ഭക്തർക്കിടയിൽ പ്രതിഷേധം. നീർക്കാക്കകളുടെ ശല്യം ഒഴിവാക്കാനായി മരങ്ങൾ മുറിച്ചത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിന് തുല്യമെന്ന് ആക്ഷേപം. ചൊവ്വന്നൂർ സ്വദേശിനിയെ കിണറ്റിൽ മരിച്ച നിലയിൽ മുതിരമ്പറമ്പത്ത് വീട്ടിൽ 46 വയസ്സുള്ള സുജിതയാണ് മരിച്ചത്. വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. വാർത്തകൾ വിശദമായി. യുവകർഷകനും ഫോട്ടോഗ്രാഫറുമായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പഴഞ്ഞി ജെറുസലേം ചോഴിക്കുന്നത്ത് പരേതനായ പ്രഭാകരന്റെ മകൻ 42 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്. പഴഞ്ഞി അരുവായ്പാടത്തെ കൃഷിയിടത്തിലേക്ക് തോട്ടിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുവാൻ കൊണ്ടുവന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. ഉടൻ വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ ഷൈജുവിനെ കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രോഷിനിയാണ് ഭാര്യ. ശ്രാദിക, ശ്രേയ എന്നിവർ മക്കളാണ്. ജെറുസലേമിൽ ബീറ്റ എന്ന പേരിൽ സ്റ്റുഡിയോ നടത്തുന്ന ഷൈജു മികച്ച കർഷകനും അരുവായ് പാടശേഖര സമിതി പ്രസിഡന്റും കൂടിയാണ്. വെസ്റ്റ് മങ്ങാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വെസ്റ്റ് മങ്ങാട് സ്വദേശികളായ മതിയാട്ടു വീട്ടിൽ പ്രണവ്, സുഹൃത്ത് എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നുച്ചയ്ക്ക് 12:30 ബൈക്കിൽ പോകുകയായിരുന്ന യുവാക്കളും മറ്റു 2 യുവാക്കളും തമ്മിൽ സംഘർഷമുണ്ടായതായി പറയുന്നു. സംഘർഷത്തിനിടെയാണ് ഇരുവർക്കും പരിക്കേറ്റത്. ഉണ്ണികൃഷ്ണന്റെ ഇടതുകൈക്കും പ്രണവിന്റെ വലതുകാലിനും പരിക്കേറ്റു. ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. പരിക്കേറ്റ ഇരുവരും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ശരത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിക്കേറ്റവരിൽ നിന്നും മൊഴിയെടുത്തു. അക്രമികൾക്കായി അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 3 വലിയ മരങ്ങൾ ദേവസ്വം മുറിച്ചു മാറ്റിയത് ഭക്തർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. നീർക്കാക്കകളുടെ ശല്യം ഒഴിവാക്കാനായി മരങ്ങൾ മുറിച്ചത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിന് തുല്യമാണെന്ന് ആക്ഷേപം ഉയരുന്നു. തെക്കേനടയിൽ ആനകളെ തളയ്ക്കുന്ന ഭാഗത്തെ മാവ്, പുളി, അത്തി എന്നീ 3 മരങ്ങളാണ് മുറിച്ചുമാറ്റിയത്. ഈ മരങ്ങളിൽ നീർക്കാക്കകളടക്കം നിരവധി പക്ഷികളാണ് ചേക്കേറിയിരുന്നത്. ഇവയുടെ കാഷ്ഠം ഭക്തർക്ക് ശല്യമാകുന്നതായി പരാതിയുണ്ടായിരുന്നു. പക്ഷിശല്യത്തെ തുടർന്ന് മരങ്ങൾക്ക് താഴെ ആനകളെ തളയ്ക്കാൻ പാപ്പാന്മാർ തയ്യാറായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചതെന്നാണ് ദേവസ്വം പറയുന്നത്. എന്നാൽ ഇത് പരിഹരിക്കേണ്ടതിനു പകരം മരങ്ങൾ മുറിച്ചു മാറ്റിയത് പ്രതിഷേധാർഹമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറി രമേശ് പുത്തൂർ പറഞ്ഞു. തെക്കേ നടയില് നമ്മുടെ കൂവളത്തിന്റെ തൊട്ടടുത്ത് ഒരു 4 മരങ്ങൾ, ഒരു പുളി, ഒരു മാവ്, ഒരു അത്തി, ഇത്രയും സാധനങ്ങൾ ഒരുന്ന് മുറിച്ച് നീക്കണ്ടായി. ഇത് പക്ഷി ഇരമൂടുന്ന നീർക്കാക്കകൾ വന്നിരുന്ന് അവിടെ പരിസരം വൃത്തിയാക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ് ഇന്ന് അവിടെ ചെയ്തത്. പക്ഷെ ഈ നീർക്കാക്കകളെ ഓടിക്കാൻ പ്രകൃതി ആയിട്ടുള്ള ആൾക്കാരും പ്രകൃതി സംരക്ഷണത്തിന്റെ ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടിയാലോചിച്ചും ഫോറസ്റ്റിന്റെ ആൾക്കാരായിട്ട് കൂടിയാലോചിച്ചും ആ മരങ്ങൾ മുറിക്കുമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ആ മരം മുറിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറയാച്ചാൽ ആ പക്ഷികളെ അവിടെ നിന്ന് ഓടിക്കേണ്ടത് ശരിയാണ്. ഭക്തജനങ്ങൾക്ക് വളരെ ശല്യമാണ്. അതിന്റെ മണം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ അതിന് പകരം അത് മരം കടയോടെ കൊമ്പും ചില്ലയൊക്കെ വെട്ടിക്കളഞ്ഞ് അത് ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്നാണ് ഞാനൊരു പൊതുപ്രവർത്തകനും ഗുരുവായൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഗുരുവായൂരിലെ സെക്രട്ടറി എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്. വനംവകുപ്പുമായും പരിസ്ഥിതി പ്രവർത്തകരുമായി കൂടിയാലോചിക്കാതെയാണ് മരം മുറിച്ചതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ക്ഷേത്ര വികസനത്തിനായി ഏറ്റെടുത്ത ഈ ഭൂമിയിൽ നിരവധി മരങ്ങളാണ് ഉണ്ടായിരുന്നത്. വിവിധ ഘട്ടങ്ങളിലായി അവ മുറിച്ചു മാറ്റിയതിനാൽ വിരലിൽ എണ്ണാവുന്ന മരങ്ങളാണ് ശേഷിച്ചിരുന്നത്. ഇതിൽ 3 എണ്ണത്തിന്റെ കൂടി കടക്കലാണ് കത്തി വീണത്. പുന്നയൂർകുളം കുന്നത്തൂർ ദേവാസുര ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെ യുവാവിന്റെ വിരൽ കടിച്ചു മുറിച്ച കേസിലെ പ്രതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് പുല്ലൂണിയിൽ ബിനേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുന്നയൂർ വെട്ടിപ്പുഴ സ്വദേശി തറയിൽ സുനിലാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. മുൻ വൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 4:30 സംഭവം. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ബിനീഷ് സമീപിച്ചെങ്കിലും സുനിൽ ഒഴിഞ്ഞുമാറി. ഇതോടെ ബിനീഷ് സുനിലിന്റെ കഴുത്തിൽ കുത്താൻ ശ്രമിക്കുകയും തടയുന്നതിനിടെ ഇടതുകൈയിലെ മോതിരവിരൽ കടിച്ചു മുറിക്കുകയുമായിരുന്നു. വിരലിന്റെ എല്ലിന് പൊട്ടലുണ്ട്. സുനിലിനെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ബിനീഷിനെ കോടതി റിമാൻഡ് ചെയ്തു.
ചൊവ്വന്നൂർ സ്വദേശിനിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുതിരമ്പറമ്പത്ത് വീട്ടിൽ 46 വയസ്സുള്ള സുജിതയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഗോഡ്സൺ, മുഹമ്മദ് ഷെരീഫ്, മധു പ്രസാദ്, സനൽ എന്നിവർ അടങ്ങിയ സംഘമാണ് മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ 12ാമത് ജില്ലാ സമ്മേളനം ഡിസംബർ 27-ന് കുന്നംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊമേഴ്സ് സർക്കിൾ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കുന്ന ടി കെ ധർമ്മരാജൻ നഗറിൽ ചേരുന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിയോടെ ജില്ലാ പ്രസിഡന്റ് KI റോബർട്ട് പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, ചർച്ച എന്നിവയും അംഗങ്ങൾക്കായി പ്രത്യേക ക്ലാസും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. വടക്കാഞ്ചേരിയിലെ ടാക്സ് പ്രാക്ടീഷണറായ വി അനിരുദ്ധൻ ഉൾപ്പെടെ മുതിർന്ന അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിക്കും. സംസ്ഥാന നേതാക്കളായ MR മണികണ്ഠൻ, CG ശ്രീകുമാർ, A കണ്ണൻ, A രമേശ്, MK മധു, ഗോപകുമാർ എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ജില്ലാ സെക്രട്ടറി VA ശശികുമാർ പ്രവർത്തന റിപ്പോർട്ടിന്റെയും ട്രഷറർ ബാബു പള്ളിപ്പുറത്ത് വരവ് ചെലവ് കണക്കിന്റെയും അവതരണം നടത്തും. പൊതുചർച്ചയ്ക്ക് ശേഷം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെ സമ്മേളനത്തിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KI റോബർട്ട്, ട്രഷറർ ബാബു പള്ളിപ്പുറത്ത്, ജിൻസൺ T ജേക്കബ്, രവി റാം എന്നിവർ പങ്കെടുത്തു. കുന്നംകുളത്തെ മുതിർന്ന ഫോട്ടോഗ്രാഫർ ബീമോന്റെ പിതാവ് കുന്നംകുളം പടിഞ്ഞാറങ്ങാടി പുലിക്കോട്ടിൽ വീട്ടിൽ കുട്ടി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. സില്ലാമണി ഭാര്യയാണ്. ബേണി മകനും. സുനിത, CCTV സീനിയർ വിഷ്വൽ എഡിറ്റർ പിനു എന്നിവർ മരുമക്കളുമാണ്. നിരവധി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി 4 പതിറ്റാണ്ടോളം മലയാളിയെ ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത മലയാളത്തിന്റെ നർമ്മ സന്ദേശകൻ, നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 11 വയസ്സുകാരനായ അൽ-യസ വരച്ച കാർട്ടൂൺ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. 5 വയസ്സുള്ളപ്പോൾ തന്നെ പ്രമുഖ വ്യക്തികളുടെ കാർട്ടൂണുകൾ വരച്ച് ശ്രദ്ധ പിടിച്ചുപറ്റിയ അൽ-യസ MTയുടെ മരണത്തെ തുടർന്ന് വരച്ച കാരിക്കേച്ചറും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന കാർട്ടൂണുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് അവ നോക്കി വരയ്ക്കുന്നതിലൂടെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അൽ-യസ ഒരു കുട്ടി കാർട്ടൂണിസ്റ്റായി ശ്രദ്ധേയനായത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഗിന്നസ് സത്താർ ആദൂരിന്റെയും ഷെമീന ബീവിയുടെയും മകനായ അൽ-യസ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കലയും സാമൂഹിക ബോധവും ചേർന്ന തന്റെ ചിത്രങ്ങളിലൂടെ ചെറുപ്പത്തിലെ വലിയ പ്രതീക്ഷകളാണ് അൽ-യസ കാർട്ടൂൺ മേഖലയിൽ തുറക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഷോർട്ട് ഫിലിം സംവിധായകൻ എന്ന നിലയിൽ ടാലന്റ് റെക്കോർഡ് ബുക്കിന് ദേശീയ റെക്കോർഡിന് 11 വയസ്സുകാരൻ നെല്ലുവായ് സ്വദേശി അമൽ അരവിന്ദൻ അർഹനായി. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ടാലന്റ് റെക്കോർഡ് ബുക്ക് അഡ്ജുഡിക്കേറ്ററും ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റുമായ ഗിന്നസ് സത്താർ ആദൂർ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അമലിന് സമ്മാനിച്ചു. സിനിമാ പ്രവർത്തകനായ അരവിന്ദൻ നെല്ലുവായുടെ മകനാണ് അമൽ അരവിന്ദൻ. പൂതം വരവായി എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകൻ എന്ന ഖ്യാതി അമൽ നേടിയെടുത്തത്. പരസ്യചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുകയും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് സിനിമയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരു സംവിധാനം ചെയ്യണം, കുട്ടിയായിരിക്കുമ്പോൾ ഒരു സംവിധായകനാവണം എന്ന് അവൻ്റെ മനസ്സിലൊരു ആശയം തോന്നിയത്. ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ അതിന് മുന്നിട്ട് ഇറക്കി. ഇത് 1 വർഷം ഇടവിട്ട് 1 വർഷത്തെ കാലയളവിലാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വർക്കുകളൊക്കെ കഴിഞ്ഞു. ജനുവരി 10-ന് അവൻ പഠിച്ച സ്കൂൾ ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പ്രദർശനം നടത്തുകയാണ്. യങ്ങസ്റ്റ് ഫിലിം മേക്കർ ടു ഡയറക്ടർ ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ് കൾച്ചറൽ ഷോർട്ട് ഫിലിം കാറ്റഗറിയിലാണ് ഈ അംഗീകാരം. യങ്ങസ്റ്റ് ഫിലിം മേക്കർ ടു ഡയറക്ട് ഫീച്ചർ സ്റ്റാൻഡേർഡ് കൾച്ചറൽ ഷോർട്ട് ഫിലിം എന്ന കാറ്റഗറിയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ടുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിൽ റെക്കോർഡ് ഹോൾഡേഴ്സ് ഉള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇത് ഇടം പിടിക്കുകയാണ്. എൻ്റെ ഒരു സന്തോഷം, ഞാൻ ഈ എരുമപ്പെട്ടി പ്രദേശത്തുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാളെ എനിക്ക് അവരുടെ വ്യത്യസ്തമായ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യധാരയിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ആര്യമ്പാടം സർവോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമൽ. 4 വയസ്സു മുതൽ അഭിനേതാവായും മലയാള സിനിമയിലും പരസ്യചിത്രങ്ങളിലും കുട്ടികളുടെ നാടകരംഗത്തും അമൽ സജീവമാണ്. സിനിമയെ കുറിച്ച് അറിഞ്ഞത് അച്ഛൻ്റെ കൂടെ നടന്നിട്ടാണ്.
അച്ഛൻ്റെ കൂടെ ചെറുപ്പം മുതൽ, അതായത് അച്ഛൻ ചെയ്ത ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും മ്യൂസിക്കൽ ആൽബത്തിലും ഒക്കെ അഭിനയിച്ചിട്ട് ക്യാമറയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ആഡിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തങ്കം എന്നാണ് അഭിനയിച്ച സിനിമേൻ്റെ പേര്. അങ്ങനെയാണ് ക്യാമറേനെയും മറ്റേ ഡയറക്ടറിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചത്. പിന്നെ അച്ഛനും പറഞ്ഞു തന്നു. അപ്പൊ ഞാന് വെറുതെ ഇരുന്നപ്പോ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതാണ്, പക്ഷെ അച്ഛൻ പറഞ്ഞു അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഫുള്ള് കഥ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. കേരളത്തിലെ ഉത്സവങ്ങളുടെ തനിമ നിലനിർത്തുന്ന നാട്ടുവേലകളിൽ പാരമ്പര്യമായി പൂതം കെട്ടുന്ന ഒരു കുട്ടിയുടെ ജീവിത അനുഭവങ്ങളാണ് ഈ കഥയുടെ ഇതിവൃത്തം. സിദ്ധാർത്ഥ് നെല്ലുവായാണ് പ്രധാന കഥാപാത്രമായി അഭിനയിച്ചത്. ആർട്ടിസ്റ്റ് പെരിങ്ങോട് അശോകൻ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അരവിന്ദൻ ഫേസ് ഗാലറി പ്രൊഡക്ഷൻസ് ഹൌസിന്റെയും ആര്യമ്പാടം സർവോദയം സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് നിർമ്മാണം. പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ദേവൻ കെ പണിക്കർ, മനോജ് ചൊവ്വല്ലൂർ എന്നിവരും പങ്കെടുത്തു. ക്രിസ്മസ് എത്തി, നാടാകെ ആഘോഷ തിമിർപ്പിലാണ്. ക്രിസ്മസ് കരോളും റോഡ് ഷോയും സമ്മാന വിതരണവും തുടങ്ങി കളർഫുള്ളായ ആഘോഷ ആരവങ്ങളുടെ ദിവസങ്ങളാണിനി. വിവിധയിടങ്ങളിൽ നടന്ന ക്രിസ്മസ് കാഴ്ചകളിലേക്ക്. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജെബിൻസി ഉദ്ഘാടനം ചെയ്തു. കരുണ ചെയർമാൻ കെ.ബി. സുരേഷ് അധ്യക്ഷത വഹിച്ചു. SI PS സാബു മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർമാരായി ചുമതലയേറ്റ കരുണ കുടുംബാംഗങ്ങളായ PK മഹിജ, ബഷീർ പൂക്കോട് എന്നിവരെ ആദരിച്ചു. കരുണ സെക്രട്ടറി സതീഷ് വാര്യർ, CI ജോർജ്, ഗീത ബാലകൃഷ്ണൻ, ഡാഡി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം അമ്മമാർക്ക് പെൻഷൻ, ക്രിസ്മസ് കേക്ക് എന്നിവ വിതരണം ചെയ്തു. ക്രിസ്മസ് കരോൾ, കലാപരിപാടികൾ, ഗാനമേള, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായി. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കൂനമുച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കിടപ്പു രോഗികൾക്ക് കേക്ക് വിതരണം ചെയ്തു. പഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രത്തിൽ സാന്ത്വന പരിചരണം നൽകിവരുന്ന രോഗികൾക്കുള്ള കേക്ക് വിതരണത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. കൂനമുച്ചി പൗരാവലി പ്രസിഡന്റ് TV ജോൺസൺ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോൺസൺ, സഫീറ അസീസ്, മുൻ പഞ്ചായത്ത് അംഗം PK അസീസ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് നഴ്സ് സരള, ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ബിജു, ബിഞ്ചു, ജസ്ന എന്നിവർ പങ്കെടുത്തു. ഓണം, ക്രിസ്മസ്, വിഷു, ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങളുടെ ഭാഗമായി കൂനമുച്ചി പൗരസമിതിയുടെ നേതൃത്വത്തിൽ കിടപ്പുരോഗികൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ, ഓണക്കോടി, ക്രിസ്മസ് കേക്ക് എന്നിവ വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്നുണ്ട്. ചാലിശ്ശേരിയിൽ MPPM യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ ഒരുക്കിയ വലിയ ക്രിസ്മസ് ട്രീ മനോഹര കാഴ്ചയായി. പള്ളിയിലെ മോർ പത്രോസ് പൗലോസ് മെമ്മോറിയൽ യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ 40 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ദൃശ്യാവിഷ്കാരം കൊണ്ട് ശ്രദ്ധേയമായത്. യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാച്ചൻ, സെക്രട്ടറി സ്റ്റിനോ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ബൈറ്റ് B ബാബു, ട്രഷറർ എബിൻ C ശലമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ 15ഓളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ജോലി കഴിഞ്ഞ രാത്രി കഠിനാധ്വാനത്തിലൂടെയാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ ട്രീയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മുകളിൽ നിന്ന് താഴേക്ക് സ്തൂപാകൃതിയിൽ ഇരുമ്പ് പൈപ്പ് ഫ്രെയിമിനു ചുറ്റും 1400ഓളം പച്ച ഗിൽട്ട് മാലകൾ, ഗോൾഡൻ പൂക്കൾ, അത്തിപ്പഴം, ചെറിപ്പഴം എന്നിവയും 1500ഓളം LED ലൈറ്റുകളും അലങ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ സ്ഥാപിച്ച നിയോൺ നക്ഷത്രവും LED ലൈറ്റുകളും രാത്രിയിൽ മനോഹരമായി പ്രകാശിക്കും. ട്രീക്ക് സമീപം ഗിഫ്റ്റ് ബോക്സുകളും ചെറിയ സാന്താക്ലോസുകളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ക്രിസ്മസ് ട്രീക്ക് 60,000 രൂപയാണ് ചിലവായത്. പള്ളിയിൽ നടന്ന നുഹ്റുദോ യെൽദോ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ട്രീയുടെ സ്വിച്ച് ഓൺ കർമ്മം ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ നിർവഹിച്ചു. നിരവധി വിശ്വാസികളാണ് ട്രീ കാണുവാനും ഫോട്ടോയെടുക്കാനുമായി എത്തുന്നത്. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ, വിശ്വാസികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ നുഹ്റുദോ യെൽദോ കരോൾ റോഡ് ഷോ സംഘടിപ്പിച്ചു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുതിരവണ്ടി ഓടിക്കുന്ന സാന്താക്ലോസ്, LED മുത്തുകുടകൾ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ മാലാഖക്കൂട്ടം, ഫ്ളാഷ് മോബ്, ബലൂൺ പിടിച്ച് DJ ലൈറ്റിന്റെ വെളിച്ചത്തിൽ പാപ്പമാർ, പഴയകാലത്തെ വസ്ത്രം അണിഞ്ഞ് വനിതാ സമാജം പ്രവർത്തകരുടെ മാർഗംകളി, 50ഓളം ക്രിസ്മസ് പാപ്പകൾ, 10 അടി ഉയരമുള്ള പൊയ്ക്കാൽ പാപ്പ, LED മാലാഖമാർ, വലിയ സ്മേൽ ഡോളുകൾ, ബാൻഡ് സെറ്റ് തുടങ്ങി കാഴ്ചയുടെ മനോഹാരിത തീർത്തുകൊണ്ടായിരുന്നു റോഡ് ഷോ. പള്ളിയിലെത്തിയതിനു ശേഷം ക്രിസ്മസ് സന്ദേശവും സമ്മാന വിതരണം, സ്നേഹവിരുന്നും ഉണ്ടായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കൺവീനർ CV ഷാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി.
തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വർണ്ണോത്സവം 2K25 കിഡ്സ് ഫെസ്റ്റ് ആഘോഷിച്ചു. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് വിന്നർ MS ആരവ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ മധു അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ വിദ്യാനികേതൻ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി T ശിവദാസ് ദീപപ്രോജ്വലനം നടത്തി. വൈസ് പ്രസിഡന്റ് ഷാജി പി രാജൻ, മാതൃസമിതി അംഗം സൂര്യ സുബ്രഹ്മണ്യൻ, സ്കൂൾ കോർഡിനേറ്റർ ധന്യ ജയറാം, പ്രോഗ്രാം കൺവീനർ അഞ്ജു NA തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ടാണശ്ശേരി പഞ്ചായത്ത് സമ്മേളനം നടന്നു. ആളൂർ യുവജന സമാജം വായനശാലയിൽ നടന്ന സമ്മേളനത്തിൽ സംഘടനാ രേഖ അവതരിപ്പിച്ചുകൊണ്ട് മേഖലാ പ്രസിഡന്റ് പ്രൊഫസർ ബ്രെനിഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു ഷാജു അധ്യക്ഷയായി. സെക്രട്ടറി സത്യപാലൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, PK രാജൻ മാസ്റ്റർ, MK സോമൻ, മേഖലാ ഭാരവാഹികളായ ലാർസൺ മാസ്റ്റർ, PK മോഹനൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവൻ വാഗ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗംഗാധരൻ മാസ്റ്റർ, സുനിത ഉണ്ണിമോൻ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഭാരവാഹികളായി അഡ്വക്കേറ്റ് സിന്ധു ഷാജു, പ്രസിഡന്റ് MR വർഗീസ്, വൈസ് പ്രസിഡന്റ് സത്യപാലൻ മാസ്റ്റർ, സെക്രട്ടറി AK സതീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി എന്നിവരെയും 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ലീഡർ K കരുണാകരന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. വിശദാംശങ്ങളിലേക്ക്. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, സോണി സക്കറിയ, NK അബ്ദുൾ മജീദ്, ശശിധരൻ കണ്ടംപുള്ളി, ബിജു ജോബ്, സലാം ചിറക്കൽ, KK ഇക്ബാൽ, CC സക്കറിയ, ജനാർദ്ദനൻ അദിയാരത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് K കരുണാകരന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ചാവക്കാട് INTUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. INTUC മോട്ടോർ ഫെഡറേഷൻ പ്രസിഡന്റ് RM റൌഫ് അധ്യക്ഷത വഹിച്ചു. INTUC ബ്ലോക്ക് ഭാരവാഹികളായ KK ഹിറൂഷ്, രാജൻ പനക്കൽ, AK മുഹമ്മദ് അലി, RM അബൂബക്കർ, RK ഷാബിർ, മുസ്തഫ മണത്തല, CP കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാടൻ പശുക്കളുടെ ഗവ്യങ്ങളിൽ നിന്നും വിവിധ തരം മൂല്യവർദ്ധിത നിത്യോപയോഗ വസ്തുക്കളുടെ സൗജന്യ നിർമ്മാണ പരിശീലനം ഗുരുവായൂരിലെ സംഘവിഹാറിൽ നടന്നു. ഗോസേവ സംസ്ഥാന സംയോജക് KK ഷാജു ഉദ്ഘാടനം ചെയ്തു. വിഭാഗ് സംയോജക് AR അരുൺ, ദേവാനന്ദൻ കൂറ്റനാട്, സുരേഷ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തു. വാളയാറിൽ ദളിത് യുവാവിനെ സംഘപരിവാർ ആൾക്കൂട്ടം തല്ലി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് SDPI കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രകടനം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജുനൈദ്, വൈസ് പ്രസിഡന്റ് ഫാരിസ്, ജോയിന്റ് സെക്രട്ടറി ഖലീൽ, ട്രഷറർ ജാഫർ എന്നിവർ നേതൃത്വം നൽകി. തലക്കോട്ടുകര വിദ്യാ അലൂമിനി വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. വിദ്യാ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത C ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ അക്കാദമികവും തൊഴിൽപരവുമായ നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ന്യൂസ് ലെറ്റർ പ്രസിദ്ധീകരിച്ചു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സജീവമായ ഗ്രൂപ്പ് ചർച്ചകൾ നടന്നു. തുടർന്ന് അധ്യാപകരെയും 2015 ബാച്ചിലെ നേട്ടങ്ങൾ കൈവരിച്ച അംഗങ്ങളെയും ആദരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം നൽകുകയും വൃക്ഷത്തൈ നടീലിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് കലാപരിപാടികളുമുണ്ടായി. AVA വൈസ് പ്രസിഡന്റുമാരായ അജിൻ അരവിന്ദ്, പീയൂഷ്, സെക്രട്ടറി ഫെഡ്സി K ഫ്രാൻസിസ്, ട്രഷറർ ഷീജ എന്നിവർ സംസാരിച്ചു. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദ കൂട്ട് ഒമാൻ ചാപ്റ്ററിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മനോജ് നരിയമ്പുള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഫൈസൽ വലിയകത്ത്, സെക്രട്ടറി ആഷിഖ് മുഹമ്മദ് കുട്ടി, ട്രഷറർ മനോജ് നരിയമ്പുള്ളി, ഗ്ലോബൽ കോർഡിനേറ്റർ മുഹമ്മദ് യാസിൻ, രക്ഷാധികാരിയായി മുഹമ്മദ് ഉണ്ണി എന്നിവരെ തെരഞ്ഞെടുത്തു. മറ്റു കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സെക്രട്ടറി ആഷിഖ് മുഹമ്മദ് കുട്ടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മുഹമ്മദ് യാസിൻ കണക്കും അവതരിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,670 രൂപ, പവന് 1,01,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 220 രൂപ. ചരമം. മാവേലിക്കരയിൽ താമസിക്കുന്ന പഴഞ്ഞി വാഴപ്പിള്ളി തമ്പി ഭാര്യ CV ലില്ലി നിര്യാതയായി 73 വയസ്സായിരുന്നു.
സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടത്തും. ലിതേഷ്, ലിഷ എന്നിവർ മക്കളാണ്. പഴഞ്ഞി ജെറുസലേം തയ്യിൽ വീട്ടിൽ ശശി നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ശാന്തിതീരം ശ്മശാനത്തിൽ നടത്തി. രാജൻ, പരമേശ്വരൻ, ശകുന്തള എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവകർഷകനും ഫോട്ടോഗ്രാഫറുമായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പഴഞ്ഞി ജെറുസലേം ചോഴിക്കുന്നത്ത് പരേതനായ പ്രഭാകരന്റെ മകൻ 42 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്. പഴഞ്ഞി അരുവായിപ്പാടത്തെ കൃഷിയിടത്തിലേക്ക് തോട്ടിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ കൊണ്ടുവന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 3 വലിയ മരങ്ങൾ ദേവസ്വം മുറിച്ചു മാറ്റിയതിൽ ഭക്തർക്കിടയിൽ പ്രതിഷേധം. നീർക്കാക്കകളുടെ ശല്യം ഒഴിവാക്കാനായി മരങ്ങൾ മുറിച്ചത് എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്നതിന് തുല്യമെന്ന് ആക്ഷേപം. ചൊവ്വന്നൂർ സ്വദേശിനിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുതിരമ്പറമ്പത്ത് വീട്ടിൽ 46 വയസ്സുള്ള സുജിതയാണ് മരിച്ചത്. വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണുകിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.